ഒരുപാട് ഫ്രണ്ട് കയറല്ലേ. மதுரைக்கு போகாதடி அங்க மல்லிப்பூ கண்ண வைக்கும். தஞ்சாவூர் போகாதடி தல ஆட்டாம பொம்மணிக்கும். தூத்துக்குடி போனா சில கப்பல் கரை தட்டும். கொடைக்கானல் போனா அங்க மேகம்னு சுத்தம். அசருது அசருது ஊர் மொத்தமா அது என்ன அது என்ன மதுரைக்கு போகாதடி அங்க மல்லிப்பூ கண்ண வைக்கும். मर्दानी हर बच्चा हो तेरा तेरा इब बारा बारा கரையில் இருந்தாலும் இக்கரையில் இருந்தாலும் சக்கரையா இருப்பாலே ஆசையாலே. மதுரைக்கு போகாதடி அங்க மல்லிப்பூ கண்ண வைக்கும். பெண்களுக்கெல்லாம் இன்னொரு பொறுப்பு. சந்திரனில் ஒரு பாதி இந்திரனில் ஒரு பாதி சுந்தரனை என் ஜோடியானதென்ன. மதுரைக்கு போகாதடி அங்க மல்லிப்பூ கண்ண வைக்கும். மதுரைக்கு போக தஞ்சாவூர் போகாதடி தல ஆட்டாம பொம்மணிக்கும். எங்கும் போக மாட்டேன் உன் முன்னாலதான் நிப்பேன். முன்னால் வந்து நின்று என் கண்ணால் சொக்க வைப்பேன். அது என்ன அது என்ன
അപ്പോഴേ ഇന്ദുപുഷ്പത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദുപുഷ്പം ശരീരത്തിൽ നിന്ന് അങ്ങ് മാറുന്നില്ലായിരുന്നു അല്ലേ? അതങ്ങ് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ വന്ന ഒരു ഇതാണ്, ഒരുമിച്ച് കറക്റ്റ് രണ്ടും കൂടെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് ചെയ്തോണ്ടാണ്. അപ്പം ആ ഇന്ദുപുഷ്പത്തിൽ നിന്ന് ഇങ്ങോട്ട് മധുരയ്ക്ക് ഉള്ള ആ ഒരു ഇതിലേക്ക് ഇറങ്ങാൻ വഴിയിലൊന്ന് ബ്ലോക്കായിപ്പോയി അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? ഇന്ദുപുഷ്പം അല്ല മധുരയല്ല, രണ്ടിൻ്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് വന്നു. ഓക്കെ. ശരി. എങ്ങനെ ഉണ്ടായിരുന്നു ജാനകി മോളെ? ഒരുപാട് സന്തോഷം. പഠിച്ചതൊക്കെ കളിക്കാൻ പറ്റി ചേച്ചി, അതിനെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ദുപുഷ്പത്തിൽ എനിക്ക് പറ്റിയില്ലായിരുന്നു. ഇതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ശരി. പക്ഷെ ലൈറ്റ് നല്ലോണം ഫെയ്ഡായി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? ഓ നോ. പിന്നെ ഈ ഫോണിൽ ഞാൻ ഇങ്ങനെ എടുക്കുന്നതിന്റെ കുറച്ച് അപാകത വരുമോന്ന് അറിയത്തില്ല കേട്ടോ. അതാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ചേച്ചി കാരണം. ഓക്കെ. എന്താ അത്? ഒരുപാട് സന്തോഷം. ഞാനും ഒന്നും തെറ്റിച്ചില്ല. ഓ നോ. ശരി. നല്ല പോലെ ചെയ്തു, നല്ല പാട്ട്. പക്ഷെ മറ്റേത് കളിച്ചിട്ട് ഇത് വന്നപ്പോഴത്തേക്കും മൊത്തം മറന്നുപോയി. ഒരു റെസ്റ്റ് നേരെ അങ്ങ് ദോഷം കഴിഞ്ഞ് നേരെ അങ്ങ് പാട്ടിട്ടു വന്ന്. പക്ഷെ കളിച്ചു. ഓക്കെ. അങ്ങ് സ്വയം പറയുവാണ്. കമന്റ് വരുമ്പോ അറിയാം എന്തോ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? ചേച്ചി എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇതിൽ കുറച്ചും കൂടി സ്റ്റെപ്പ് ഇടായിരുന്നു എന്ന് തോന്നി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അത് ചിന്തിച്ചത്. എല്ലാം കളിച്ച് പക്ഷെ എന്നാലും കുറച്ചും കൂടി സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നി. ഓക്കെ ശരി. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? ഇട്ട സ്റ്റെപ്പുകളെല്ലാം തന്നെ കളിച്ചു ചേച്ചി, പക്ഷെ ഇടയ്ക്കൊന്ന് ഉളുക്കി പോയി. കളിയാക്കി നിൽക്കുമായിരുന്നേ. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിലുള്ള ഉറപ്പായിട്ട് ഞാൻ ഇങ്ങനെ ആവും എന്ന് വിചാരിച്ചു. പക്ഷെ അത് കിട്ടി, അത് മുന്നേ ഉള്ളതിൽ ഉളുക്കി. എന്നിട്ട് ഉളുക്കി അത് വെച്ചും കളിച്ചോ? അപ്പൊ താളം തെറ്റി, അപ്പൊ അവിടെ നിന്ന് ശരിയാ. ഞാൻ ശ്രദ്ധിച്ച് റൈറ്റ് ചെയ്ത കണക്കല്ല ലെഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ശ്രീലക്ഷ്മി മോൾക്ക് ഉളുക്കി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൂത്ത് ഡാൻസ് രണ്ടും കൂടെ ആയിട്ട് കറക്റ്റ് 1 മണിക്കൂർ സമയത്തിനകത്ത് വന്നത്. ഇന്ദുപുഷ്പവും ഇതും കൂടി അല്ലേ, അതിനകത്തല്ലേ വന്നത്? അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് നാളുകൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലോണം ടൈമിംഗ് ഒക്കെ ഇട്ട് എടുക്കാം. ഇപ്പോൾ ഇത്രയും പേരൂടെ വന്നുകൊണ്ട് പോർട്രേറ്റിൽ വരുന്നില്ല, അത് ഇങ്ങനെ ഒന്നാക്കിയേക്കാം, അപ്പോൾ ഒന്ന് കാണാമല്ലോ. ഓക്കെ. അപ്പോൾ ഇനി നല്ല ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞോ.